ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ ഒപ്പം ഫുട്ബോൾ നിരീക്ഷകൻ നമ്മോടൊപ്പമുണ്ട്. ജോസഫ്, ഈ അർജന്റീന ആരാധകർക്ക് ഹൃദ്രോഗമുണ്ടായാൽ അതിൽ സംശയം അമ്പരക്കേണ്ട സാഹചര്യമില്ലാന്ന് തോന്നുന്നു. അമ്മാതിരി കളിയാണ് ഓരോ ദിവസവും ഈ ബാക്കി വെക്കുന്നത്. എന്തിനാണ് ഈ അവസാന നിമിഷത്തിലേക്ക് ഇങ്ങനെ കളി കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നു. അർജന്റീനയുടെ ഒരു പോളിസിയാന്ന് തോന്നുന്നു. എതിരാളി ആരായാലും കുഴപ്പമില്ല, മുഴുവൻ നേരം കളിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് തോന്നുന്നു. അമ്മാതിരി കളിയാണ് എല്ലാ ദിവസവും കളിക്കുന്നത്. അത് ഓരോ മത്സരത്തിലും കാബോ വെർദയും ഈജിപ്തും സ്വിറ്റ്സർലൻഡും എല്ലാം ആരാധകരെ മുൾമുനയിൽ നിർത്തി. പക്ഷെ അവരുടെ ആ ഒരു പരിചയ സമ്പത്ത്, എങ്ങനെയാണോ എക്സ്ട്രാ ടൈമിൽ പോകുന്ന കളി, ആ പരിചയ സമ്പന്നത കൊണ്ട് അവർ ജയിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തന്നു. 10 പേരായി ചുരുങ്ങിയിരുന്നു, അത് ശരിയാണ്. എന്നാലും എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ ആ ഒരു പരിചയ സമ്പത്ത് അവരെ ഒരിക്കൽ കൂടി അനുകൂലിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ ഇനി പെനാൽറ്റിയിലേക്ക് പോകുമോ എന്ന് വരെ തോന്നിപ്പോയി. പക്ഷേ എല്ലാ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ ഇറക്കി വിട്ടു. അവർ തന്നെ 2 സ്ട്രൈക്കർമാർ തന്നെ അവസാനം ഗോൾ അടിച്ചത് ഒരു കാവ്യനീതി പോലെയായി. എന്തായാലും അർജന്റീന ആരാധകർ സെമിയിലെത്തിയതിൽ സന്തോഷിക്കാം. എന്നാൽ ഇനി മുന്നോട്ട് നേരത്തെ ആരാധകർ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ചെറിയ ഭയം ഉണ്ടാവും. കാരണം ഇതുവരെ നേരിട്ട ടീമുകളൊന്നും അത്ര കരുത്തുറ്റ ടീമുകളല്ല. പക്ഷെ ഇനി വരാൻ പോകുന്നത് നിസ്സാരക്കാരല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വരാൻ പോകുന്നത് നിസ്സാരക്കാരല്ല. നമുക്ക് ഇംഗ്ലണ്ട് അർജന്റീന സെമിഫൈനലിലേക്ക് എത്താം. അതിനു മുമ്പ് ഈ മത്സരത്തിൽ ചില കാര്യങ്ങൾ കൂടി ചോദിച്ച് പോകാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ മത്സരശേഷം ഇനി വീണ്ടും മറ്റ് ഫിഫ അർജന്റീന ഗൂഢാലോചന കോൺസ്പിറസി തിയറി ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ആ റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ യെല്ലോ കാർഡ് വഴി എംബോളോ പുറത്താവുന്നത്, അത് ഈ പറയുന്ന പോലെ കൃത്യമായിട്ടും അവിടെ ഒരു ന്യായീകരണമുണ്ടോ സ്വിറ്റ്സർലൻഡ് ഭാഗത്തിൽ? കാരണം അത് ഒരു സിമുലേഷൻ, ഫുട്ബോളിൽ സിമുലേഷൻ എന്താണെന്നായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള സമയങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ച, അല്ലേ ജോസഫ്? തീർച്ചയായിട്ടും അത് ഒരു ക്ലിയർ സിമുലേഷൻ തന്നെയാണ്. കാരണം ബ്രീൽ എംബോളോ അവിടെ പരേഡേസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡൈവ് ഇനിഷ്യേറ്റ് ചെയ്യുകയായിരുന്നു. പോകുന്ന വഴിക്ക് പുള്ളി കോണ്ടാക്ട് എടുത്ത് വീണ് അഭിനയിച്ച് അതൊരു യെല്ലോ കാർഡ് പരേഡേസിന് വാങ്ങിച്ചു കൊടുക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ സിമുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അനുകരണം അല്ലെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കാൻ പോകുന്നത് പോലെ നടിച്ച് അത് മാറ്റിയെടുക്കുന്നതാണ്. പക്ഷെ അവിടുത്തെ പ്രധാന ചോദ്യം എന്തുകൊണ്ട് VAR ഇടപെട്ടു എന്നുള്ളതാണ്. VAR ഇടപെടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ? ഒരു യെല്ലോ കാർഡിന്റെ സമയത്ത് VARന് അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ഇടപെടാൻ പറ്റത്തില്ല. പക്ഷേ മിസ്റ്റേക്കൺ ഐഡന്റിറ്റി ഫോർ എ റെഡ് കാർഡ് ഓർ എ സെക്കൻഡ് യെല്ലോ കാർഡ്, അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഇടപെടാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബ്രീൽ എംബോളോ ഓൾറെഡി ഒരു യെല്ലോ കാർഡിലായതുകൊണ്ട് മാത്രമാണ് അവിടെ ഇടപെടാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഇടപെടാൻ പറ്റത്തില്ല. ആ യെല്ലോ കാർഡുമായി പരഡേസിന് വിടാണ്ടിരിക്കേണ്ട വന്നേനെ. പക്ഷേ ഓൾറെഡി ബ്രീൽ എംബോളോയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ 44th മിനിറ്റിൽ ഒരു യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് ഇത് ആ മിസ്റ്റേക്കൺ ഐഡന്റിറ്റി റെഡ് കാർഡ് അല്ലെങ്കിൽ സെക്കൻഡ് യെല്ലോ കാർഡ് ഒരു സാഹചര്യമായതുകൊണ്ട് VAR അത് റെഫറിയെ കൃത്യമായിട്ട് അറിയിക്കുന്നു. റെഫറി അത് പോയി പരിശോധിച്ച് കഴിയുമ്പോൾ അത് ബോധ്യപ്പെടുന്നു. കാരണം ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ ആണെങ്കിൽ മാത്രമല്ലേ VARന് റെഫറിയോട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ ആയതുകൊണ്ട് തന്നെ റെഫറിക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം റിയൽ ടൈമിൽ നമ്മളും വിചാരിച്ചു അതൊരു ഫൗളാണ്, അത് ഡൈവ് അല്ല എന്നാണ്. പക്ഷെ റീപ്ലേയിൽ വളരെ വ്യക്തമാണ്. എംബോളോ ചാടി പോകുന്ന വഴിക്കാണ് കാലുടക്കി വീഴുന്നതും അത് അഭിനയിച്ച് പരേഡേസിന് യെല്ലോ കാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.